മൂന്നാമത്തെ തന്ത്രം, അല്ലെങ്കിൽ എപ്പോഴാണോ ഉള്ളിലേക്കുള്ള ശ്വാസവും ഇൻ ബ്രെത്ത് പുറത്തേക്കുള്ള ശ്വാസവും ഔട്ട് ബ്രെത്ത് ഒന്നിലൊന്നായി ലയിക്കുന്നത്, ആ നിമിഷത്തിൽ ഊർജ്ജരഹിതമായ ഊർജം നിറഞ്ഞ കേന്ദ്രത്തെ സ്പർശിക്കുക. നമ്മൾ കേന്ദ്രം സെന്റർ എന്നും പരിധി പെരിഫറി എന്നും രണ്ടായി വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ശരീരം എന്നത് പരിധിയാണ്. നമുക്ക് ശരീരത്തെ അറിയാം, പരിധിയെ അറിയാം. നമുക്ക് ചുറ്റളവറിയാം, പക്ഷെ കേന്ദ്രം എവിടെയാണെന്നറിയില്ല. പുറത്തേക്കുള്ള ശ്വാസം ഉള്ളിലേക്കുള്ള ശ്വാസവുമായി ലയിക്കുമ്പോൾ, അവ ഒന്നായി തീരുമ്പോൾ, അത് പുറത്തേക്കുള്ള ശ്വാസമാണോ ഉള്ളിലേക്കുള്ള ശ്വാസമാണോ എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയാതെ വരുമ്പോൾ, ശ്വാസം പുറത്തേക്കാണോ അകത്തേക്കാണോ പോകുന്നതെന്ന് വേർതിരിച്ചറിയാൻ പ്രയാസമാകുമ്പോൾ, ശ്വാസം ഉള്ളിലേക്ക് പ്രവേശിച്ച് പുറത്തേക്ക് നീങ്ങാൻ തുടങ്ങുമ്പോൾ, അവിടെ ഒരു ലയനത്തിന്റെ ഫ്യൂഷൻ നിമിഷമുണ്ട്. അത് പുറത്തേക്ക് പോകുകയോ അകത്തേക്ക് വരികയോ ചെയ്യുന്നില്ല. ശ്വാസം നിശ്ചലമാണ്, സ്റ്റാറ്റിക്. അത് പുറത്തേക്ക് പോകുമ്പോൾ അത് ചലനാത്മകമാണ്, ഡൈനാമിക്. അത് ഉള്ളിലേക്ക് വരുമ്പോൾ അത് ചലനാത്മകമാണ്. അത് രണ്ടുമല്ലാതിരിക്കുമ്പോൾ, അത് നിശബ്ദമായിരിക്കുമ്പോൾ, ചലനമില്ലാതെയിരിക്കുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിനടുത്താണ്. ഉള്ളിലേക്കും പുറത്തേക്കും പോകുന്ന ശ്വാസത്തിന്റെ ലയനബിന്ദുവാണ് ഫ്യൂഷൻ പോയിന്റ്, നിങ്ങളുടെ കേന്ദ്രം. ഇതിനെ ഇങ്ങനെ നോക്കൂ. ശ്വാസം ഉള്ളിലേക്ക് പോകുമ്പോൾ അതെവിടെ പോകുന്നു? അത് നിങ്ങളുടെ കേന്ദ്രത്തിലേക്ക് പോകുന്നു. അത് നിങ്ങളുടെ കേന്ദ്രത്തെ സ്പർശിക്കുന്നു. അത് പുറത്തേക്ക് പോകുമ്പോൾ അതെവിടെ നിന്നാണ് പുറത്തേക്ക് പോകുന്നത്? അത് നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്ന് ചലിക്കുന്നു. നിങ്ങളുടെ കേന്ദ്രം സ്പർശിക്കപ്പെടണം. അതുകൊണ്ടാണ് താവോയിസ്റ്റ് സെൻ ദാർശനികർ തലയല്ല, നാഭിയാണ്, പൊക്കിൾ നിങ്ങളുടെ കേന്ദ്രം എന്ന് പറയുന്നത്. ശ്വാസം നാഭിയിലേക്ക് പോകുന്നു, എന്നിട്ടത് പുറത്തേക്ക് വരുന്നു. അത് കേന്ദ്രത്തിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞതുപോലെ അത് നിങ്ങളും നിങ്ങളുടെ ശരീരവും തമ്മിലുള്ള ഒരു പാലമാണ്. നിങ്ങൾക്ക് ശരീരത്തെ അറിയാം, എന്നാൽ നിങ്ങളുടെ കേന്ദ്രം എവിടെയാണെന്ന് നിങ്ങൾക്കറിയില്ല. ശ്വാസം നിരന്തരം കേന്ദ്രത്തിലേക്ക് പോകുകയും പുറത്തേക്ക് വരികയും ചെയ്യുന്നു, പക്ഷെ നമ്മൾ ആവശ്യത്തിന് ശ്വാസം എടുക്കുന്നില്ല. അതിനാൽ സാധാരണഗതിയിൽ അത് യഥാർത്ഥത്തിൽ കേന്ദ്രത്തിലേക്ക് പോകുന്നില്ല. കുറഞ്ഞത് ഇപ്പോൾ അത് കേന്ദ്രത്തിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് എല്ലാവർക്കും തങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് മാറിയാണ് ഓഫ് സെന്റർ എന്ന് തോന്നുന്നത്. ആധുനിക ലോകത്ത് ചിന്തിക്കാൻ കഴിവുള്ള എല്ലാവർക്കും തങ്ങളുടെ കേന്ദ്രം നഷ്ടപ്പെട്ടതായി തോന്നുന്നു. ഒരു കുട്ടി ഉറങ്ങുന്നത് നോക്കൂ. അവന്റെ ശ്വാസം നിരീക്ഷിക്കൂ. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു. വയറ് അബ്ഡമൻ മുകളിലേക്ക് വരുന്നു. നെഞ്ച് ബാധിക്കപ്പെടാതെ തുടരുന്നു. അതുകൊണ്ടാണ് കുട്ടികൾക്ക് നെഞ്ചില്ലാത്തതും വയറ് മാത്രമുള്ളതും വളരെ ചലനാത്മകമായ വയറുകൾ. ശ്വാസം ഉള്ളിലേക്ക് പോകുന്നു, വയറ് മുകളിലേക്ക് വരുന്നു. ശ്വാസം പുറത്തേക്ക് പോകുന്നു, വയറ് താഴേക്ക് പോകുന്നു. വയറ് ചലിക്കുന്നു. കുട്ടികൾ അവരുടെ കേന്ദ്രത്തിലാണ്, അവരുടെ കേന്ദ്രത്തിൽ തന്നെ. അതുകൊണ്ടാണ് അവർ ഇത്ര സന്തോഷവാന്മാരായിരിക്കുന്നത്, ഇത്രയധികം ആനന്ദം നിറഞ്ഞവരായിരിക്കുന്നത്, ഊർജ്ജസ്വലരായിരിക്കുന്നത്, ഒരിക്കലും ക്ഷീണിക്കാത്തവരായിരിക്കുന്നത്, കവിഞ്ഞൊഴുകുന്നവരും, ഭൂതകാലമോ ഭാവിയോ ഇല്ലാതെ എപ്പോഴും വർത്തമാന നിമിഷത്തിൽ ജീവിക്കുന്നവരും. ഒരു കുട്ടിക്ക് ദേഷ്യപ്പെടാൻ കഴിയും. അവൻ ദേഷ്യപ്പെടുമ്പോൾ അവൻ പൂർണ്ണമായും ദേഷ്യത്തിലാണ്. അവൻ ദേഷ്യമായി മാറുന്നു. അപ്പോൾ അവന്റെ ദേഷ്യവും മനോഹരമായ ഒന്നാണ്. ഒരാൾ പൂർണ്ണമായും ദേഷ്യപ്പെടുമ്പോൾ ദേഷ്യത്തിന് അതിൻ്റെതായ സൗന്ദര്യമുണ്ട്. കാരണം പൂർണ്ണതയ്ക്ക് ടോട്ടാലിറ്റി എപ്പോഴും സൗന്ദര്യമുണ്ട്. നിങ്ങൾക്ക് ദേഷ്യത്തോടെ സുന്ദരനാകാൻ കഴിയില്ല. നിങ്ങൾ വിരൂപനാകും. കാരണം ഭാഗികത, പാർഷ്യാലിറ്റി എപ്പോഴും വിരൂപമാണ്. ദേഷ്യത്തിൽ മാത്രമല്ല. നിങ്ങൾ സ്നേഹിക്കുമ്പോഴും നിങ്ങൾ വിരൂപനാണ്. കാരണം അപ്പോഴും നിങ്ങൾ ഭാഗികമാണ്, അപൂർണമാണ്, ഫ്രാഗ്മെന്ററി. നിങ്ങൾ പൂർണ്ണമല്ല. നിങ്ങൾ ആരെയെങ്കിലും സ്നേഹിക്കുമ്പോൾ, പ്രണയിക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്ക് നോക്കൂ. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് പ്രണയിക്കുകയും നിങ്ങളുടെ മുഖത്തേക്ക് നോക്കുകയും ചെയ്യുക. അത് വിരൂപമായിരിക്കും, മൃഗതുല്യമായിരിക്കും. സ്നേഹത്തിലും നിങ്ങളുടെ മുഖം വിരൂപമാകുന്നു. എന്തുകൊണ്ട്? സ്നേഹവും ഒരു സംഘർഷമാണ്. നിങ്ങൾ എന്തോ ഒന്ന് തടഞ്ഞു വെക്കുകയാണ്. നിങ്ങൾ വളരെ പിശുക്കിയാണ് നൽകുന്നത്. നിങ്ങളുടെ സ്നേഹത്തിൽ പോലും നിങ്ങൾ പൂർണ്ണരല്ല. നിങ്ങൾ പൂർണ്ണമായി, മുഴുവനായി നൽകുന്നില്ല. ഒരു കുട്ടി ദേഷ്യത്തിലും അക്രമത്തിലും പോലും പൂർണ്ണനാണ്. അവന്റെ മുഖം ശോഭയുള്ളതും മനോഹരവുമാകുന്നു. അവൻ ഇവിടെയും ഇപ്പോഴുമാണ്, ഹിയർ ആൻഡ് നൗ. അവന്റെ ദേഷ്യം ഭൂതകാലവുമായോ ഭാവിയുമായോ ബന്ധപ്പെട്ട ഒന്നല്ല. അവൻ കണക്കുകൂട്ടുന്നില്ല. അവൻ വെറുതെ ദേഷ്യപ്പെടുന്നു. കുട്ടി അവന്റെ കേന്ദ്രത്തിലാണ്. നിങ്ങൾ നിങ്ങളുടെ കേന്ദ്രത്തിലായിരിക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും പൂർണ്ണനായിരിക്കും. നിങ്ങൾ എന്തു തന്നെ ചെയ്താലും അതൊരു സമ്പൂർണ്ണ പ്രവൃത്തിയായിരിക്കും. നല്ലതോ ചീത്തയോ ആകട്ടെ, അത് പൂർണ്ണമായിരിക്കും. നിങ്ങൾ അപൂർണനായിരിക്കുമ്പോൾ, നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് മാറുമ്പോൾ, നിങ്ങളുടെ ഓരോ പ്രവൃത്തിയും നിങ്ങളുടെ ഒരു ഭാഗം മാത്രമായിരിക്കും. നിങ്ങളുടെ പൂർണ്ണതയല്ല പ്രതികരിക്കുന്നത്, ഒരു ഭാഗം മാത്രം. ആ ഭാഗം മുഴുവനായുള്ളതിനെതിരെ പോകുന്നു. മീനസ്, അതാണ് വൈരൂപ്യം സൃഷ്ടിക്കുന്നത്. നമ്മളെല്ലാം കുട്ടികളായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ വളരുമ്പോൾ നമ്മുടെ ശ്വാസോച്ഛ്വാസം നേരിയതായിത്തീരുന്നത്? ഷാലോ. അതൊരിക്കലും വയറ്റിലേക്ക് പോകുന്നില്ല. അത് നാഭിയെ സ്പർശിക്കുന്നില്ല. അതിന് കൂടുതൽ കൂടുതൽ താഴേക്ക് പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അത് നേരിയതല്ലാതാകുമായിരുന്നു. പക്ഷേ അത് നെഞ്ചിൽ മാത്രം സ്പർശിച്ച് പുറത്തേക്ക് പോകുന്നു. അത് ഒരിക്കലും കേന്ദ്രത്തിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്ക് കേന്ദ്രത്തെ ഭയമാണ്. കാരണം നിങ്ങൾ കേന്ദ്രത്തിലേക്ക് പോയാൽ നിങ്ങൾ പൂർണ്ണനാകും. നിങ്ങൾക്ക് അപൂർണനായിരിക്കണമെങ്കിൽ അപൂർണനായിരിക്കാനുള്ള സൂത്രം ഇതാണ്. നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങൾ കേന്ദ്രത്തിൽ നിന്ന് ശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിൽ പൂർണ്ണമായും ഒഴുകും.
നിങ്ങൾക്ക് ഭയമാണ്. അത്രത്തോളം ദുർബലനാകാൻ, വൾണറബിൾ ആരുടെയെങ്കിലും മുന്നിൽ അത്രത്തോളം തുറന്നിരിക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾ അവനെ നിങ്ങളുടെ കാമുകനെന്നോ അവളെ നിങ്ങളുടെ കാമുകിയെന്നോ വിളിച്ചേക്കാം, പക്ഷെ നിങ്ങൾക്ക് ഭയമാണ്. മറ്റേയാൾ അവിടെയുണ്ട്. നിങ്ങൾ പൂർണ്ണമായും ദുർബലനും തുറന്നവനുമാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ നിങ്ങൾ മറ്റൊരർത്ഥത്തിൽ പൂർണ്ണമായും ഉണ്ട്. ഒരാൾക്ക് പൂർണ്ണമായി സ്വയം സമർപ്പിക്കാൻ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ദീർഘമായി ശ്വാസമെടുക്കാൻ കഴിയില്ല. നിങ്ങളുടെ ശ്വാസം അയച്ചുവിട്ട് അതിനെ കേന്ദ്രത്തിലേക്ക് പോകാൻ അനുവദിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ശ്വാസം കേന്ദ്രത്തിലേക്ക് പോകുന്ന നിമിഷം നിങ്ങളുടെ പ്രവൃത്തി പൂർണ്ണമാകും. കാരണം നിങ്ങൾക്ക് പൂർണ്ണനാകാൻ ഭയമാണ്. നിങ്ങൾ നേരിയതായി ശ്വസിക്കുന്നു. നിങ്ങൾ വളരെ കുറഞ്ഞ അളവിലാണ് ശ്വസിക്കുന്നത്. മിനിമം, കൂടിയ അളവിലല്ല, മാക്സിമം. അതുകൊണ്ടാണ് ജീവിതം ഇത്ര നിർജീവമായി തോന്നുന്നത്. നിങ്ങൾ ഏറ്റവും കുറഞ്ഞ അളവിലാണ് ശ്വസിക്കുന്നതെങ്കിൽ ജീവിതം നിർജീവമാകും. നിങ്ങൾ ജീവിക്കുന്നത് ഏറ്റവും കുറഞ്ഞ അളവിലാണ്, കൂടിയ അളവിലല്ല. നിങ്ങൾക്ക് പരമാവധിയിൽ ജീവിക്കാൻ കഴിയും. അപ്പോൾ ജീവിതം ഒരു കവിഞ്ഞൊഴുകലാണ്, ഓവർഫ്ലോയിങ്. പക്ഷെ അപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. ജീവിതം കവിഞ്ഞൊഴുകുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഭർത്താവാകാനോ ഭാര്യയാകാനോ കഴിയില്ല. എല്ലാം ബുദ്ധിമുട്ടാകും. ജീവിതം കവിഞ്ഞൊഴുകുകയാണെങ്കിൽ സ്നേഹവും കവിഞ്ഞൊഴുകും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ നിങ്ങൾ എല്ലായിടത്തേക്കും ഒഴുകും. എല്ലാ മാനങ്ങളും നിങ്ങളാൽ നിറയും. അപ്പോൾ മനസ്സിന് അപകടം മണക്കുന്നു. അതിനാൽ ജീവിച്ചിരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ എത്രത്തോളം മരിച്ചവനാണോ അത്രത്തോളം നിങ്ങൾ സുരക്ഷിതനാണ്. നിങ്ങൾ എത്രത്തോളം മരിച്ചവനാണോ അത്രത്തോളം എല്ലാം നിയന്ത്രണത്തിലാണ്. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ യജമാനനായി തുടരും. നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതുകൊണ്ട് നിങ്ങൾ യജമാനനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാം, സ്നേഹം നിയന്ത്രിക്കാം, എല്ലാം നിയന്ത്രിക്കാം. എന്നാൽ ഈ നിയന്ത്രണം സാധ്യമാകുന്നത് നിങ്ങളുടെ ഊർജത്തിന്റെ ഏറ്റവും കുറഞ്ഞ തലത്തിൽ മാത്രമാണ്. എല്ലാവർക്കും എപ്പോഴെങ്കിലുമൊക്കെ തോന്നിയിട്ടുണ്ടാകാം, ചില നിമിഷങ്ങളിൽ അവർ പെട്ടെന്ന് ഏറ്റവും കുറഞ്ഞ തലത്തിൽ നിന്ന് കൂടിയ തലത്തിലേക്ക് മാറുന്നു എന്ന്. നിങ്ങൾ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുന്നു. പെട്ടെന്ന് നിങ്ങൾ നഗരത്തിൽ നിന്നും അതിന്റെ തടവറയിൽ നിന്നും പുറത്തു കടക്കുന്നു. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തോന്നുന്നു. ആകാശം വിശാലമാണ്. കാട് പച്ചപ്പണിഞ്ഞിരിക്കുന്നു. ഉയരം മേഘങ്ങളെ തൊടുന്നു. പെട്ടെന്ന് നിങ്ങൾ ഒരു ദീർഘശ്വാസം എടുക്കുന്നു. നിങ്ങളത് നിരീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനി നിങ്ങൾ ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നിരീക്ഷിക്കുക. യഥാർത്ഥത്തിൽ ഹിൽ സ്റ്റേഷൻ അല്ല മാറ്റം വരുത്തുന്നത്. അത് നിങ്ങളുടെ ശ്വാസമാണ്. നിങ്ങൾ ഒരു ദീർഘശ്വാസം എടുക്കുന്നു. നിങ്ങൾ പറയുന്നു, ആഹ്. നിങ്ങൾ കേന്ദ്രത്തെ സ്പർശിക്കുന്നു. ഒരു നിമിഷത്തേക്ക് നിങ്ങൾ പൂർണ്ണനാകുന്നു. എല്ലാം ആനന്ദമാണ്. ആ ആനന്ദം ഹിൽ സ്റ്റേഷനിൽ നിന്നല്ല വരുന്നത്. അത് നിങ്ങളുടെ കേന്ദ്രത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾ പെട്ടെന്ന് അതിനെ സ്പർശിച്ചു. എന്നാൽ അത് അധിക നേരം നിലനിൽക്കില്ല. 1-2 മണിക്കൂറിനുള്ളിൽ ഹിൽ സ്റ്റേഷൻ അപ്രത്യക്ഷമാകും. നിങ്ങൾ അവിടെ ഉണ്ടാകാം, പക്ഷേ ഹിൽ സ്റ്റേഷൻ അപ്രത്യക്ഷമാകും. നിങ്ങളുടെ ആശങ്കകൾ തിരിച്ചുവരും. നിങ്ങൾ നഗരത്തിലേക്ക് ഒരു കോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു കത്തെഴുതാൻ ചിന്തിച്ചു തുടങ്ങും. അല്ലെങ്കിൽ 3 ദിവസത്തിനു ശേഷം നിങ്ങൾ മടങ്ങിപ്പോകുകയാണല്ലോ എന്ന് കരുതി നിങ്ങൾ ക്രമീകരണങ്ങൾ ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഇപ്പോൾ എത്തിയതേയുള്ളൂ. നിങ്ങൾ പോകാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ മടങ്ങിയെത്തി. ആ ശ്വാസം യഥാർത്ഥത്തിൽ നിങ്ങളിൽ നിന്നായിരുന്നില്ല. അത് പെട്ടെന്ന് സംഭവിച്ചതാണ്. സാഹചര്യം മാറിയതുകൊണ്ട് ഗിയർ മാറി. നിങ്ങൾ ഒരു പുതിയ സാഹചര്യത്തിലായിരുന്നു. നിങ്ങൾക്ക് പഴയ രീതിയിൽ ശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ ഒരു നിമിഷത്തേക്ക് ഒരു പുതിയ ശ്വാസം ഉള്ളിലേക്ക് വന്നു. അത് കേന്ദ്രത്തെ സ്പർശിച്ചു. നിങ്ങൾക്ക് ആനന്ദം അനുഭവപ്പെട്ടു. ശിവൻ പറയുന്നു, നിങ്ങൾ ഓരോ നിമിഷവും കേന്ദ്രത്തെ സ്പർശിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങൾ സ്പർശിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്പർശിക്കാൻ കഴിയും. ആഴത്തിലുള്ള സാവധാനത്തിലുള്ള ശ്വാസങ്ങൾ എടുക്കുക. കേന്ദ്രത്തെ സ്പർശിക്കുക. നെഞ്ചിൽ നിന്ന് ശ്വസിക്കരുത്. അതൊരു തന്ത്രമാണ്. നാഗരികത, വിദ്യാഭ്യാസം, ധാർമ്മികത ഇവയെല്ലാം നേരിയ ശ്വാസോച്ഛ്വാസം സൃഷ്ടിച്ചു. കേന്ദ്രത്തിലേക്ക് ആഴത്തിൽ പോകുന്നത് നല്ലതാണ്. കാരണം അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ദീർഘമായി ശ്വസിക്കാൻ കഴിയില്ല. മനുഷ്യവർഗം ലൈംഗികതയെ അടിച്ചമർത്താത്തിടത്തോളം കാലം നോൺ സപ്രസീവ് ടുവേർഡ് സെക്സ് മനുഷ്യന് ശരിക്കും ശ്വസിക്കാൻ കഴിയില്ല. ശ്വാസം വയറിലേക്ക് ആഴത്തിലിറങ്ങുകയാണെങ്കിൽ അത് ലൈംഗിക കേന്ദ്രത്തിന് സെക്സ് സെന്റർ ഊർജം നൽകുന്നു. അത് ലൈംഗിക കേന്ദ്രത്തെ സ്പർശിക്കുന്നു. അത് ഉള്ളിൽ നിന്ന് ലൈംഗിക കേന്ദ്രത്തെ മസാജ് ചെയ്യുന്നു. ലൈംഗിക കേന്ദ്രം കൂടുതൽ സജീവവും ജീവസുറ്റതുമാകുന്നു. നാഗരികതയ്ക്ക് ലൈംഗികതയെ ഭയമാണ്. നമ്മുടെ കുട്ടികളെ അവരുടെ ലൈംഗിക കേന്ദ്രങ്ങളിൽ, ലൈംഗികാവയവങ്ങളിൽ സ്പർശിക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമ്മൾ പറയുന്നു, നിർത്തൂ, തുടരുത്. ഒരു കുട്ടി ആദ്യമായി അവന്റെ ലൈംഗിക കേന്ദ്രത്തിൽ സ്പർശിക്കുമ്പോൾ അവനെ നോക്കുക, എന്നിട്ട് നിർത്തൂ എന്നു പറയുക. തുടർന്ന് അവന്റെ ശ്വാസോച്ഛ്വാസം നിരീക്ഷിക്കുക. നിങ്ങൾ നിർത്തൂ, നിന്റെ ലൈംഗിക കേന്ദ്രത്തിൽ തുടരുത് എന്ന് പറയുമ്പോൾ ശ്വാസം ഉടൻ തന്നെ നേരിയതായിത്തീരും. കാരണം അവന്റെ കൈ മാത്രമല്ല ലൈംഗിക കേന്ദ്രത്തെ സ്പർശിക്കുന്നത്, ആഴത്തിൽ ശ്വാസവും അതിനെ സ്പർശിക്കുന്നുണ്ട്. ശ്വാസം അതിനെ സ്പർശിച്ചുകൊണ്ടേയിരുന്നാൽ കൈ തടയാൻ പ്രയാസമാണ്. കൈ നിർത്തണമെങ്കിൽ അടിസ്ഥാനപരമായി ശ്വാസം സ്പർശിക്കരുത്, ആഴത്തിൽ പോകരുത് എന്നത് ആവശ്യമാണ്. അത് നേരിയതായി തുടരണം. നമുക്ക് ലൈംഗികതയെ ഭയമാണ്. ശരീരത്തിന്റെ താഴ്ഭാഗം ശാരീരികമായി താഴ്ന്നത് മാത്രമല്ല, ഒരു മൂല്യമെന്ന നിലയിലും അത് താഴ്ന്നതായി തീർന്നിരിക്കുന്നു. അതിനെ താഴ്ന്നത് ലോവർ എന്ന് മുദ്രകുത്തിയിരിക്കുന്നു.
അതിനാൽ ആഴത്തിൽ പോകരുത്, നേരിയതായി തുടരുക. നമുക്ക് താഴേക്ക് മാത്രമേ ശ്വസിക്കാൻ കഴിയൂ എന്നത് ദൗർഭാഗ്യകരമാണ്. ചില പ്രഭാഷകരെ അനുവദിച്ചിരുന്നെങ്കിൽ അവർ ഈ സംവിധാനം മുഴുവൻ മാറ്റുമായിരുന്നു. തലയിലേക്ക് മുകളിലേക്ക് മാത്രം ശ്വസിക്കാൻ അവർ നിങ്ങളെ അനുവദിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ലൈംഗികത ഒട്ടും അനുഭവപ്പെടില്ല. നമുക്ക് ലൈംഗികതയില്ലാത്ത ഒരു മനുഷ്യവർഗത്തെ സൃഷ്ടിക്കണമെങ്കിൽ ശ്വസന രീതി മാറ്റേണ്ടി വരും. ശ്വാസം തലയിലേക്ക്, സഹസ്രാരത്തിലേക്ക്, SAHASRAR തലയിലെ 7ാമത്തെ കേന്ദ്രത്തിലേക്ക് പോകണം. എന്നിട്ട് വായിലേക്ക് മടങ്ങണം. ഇതായിരിക്കണം പാത, വായിൽ നിന്ന് സഹസ്രാരത്തിലേക്ക്. അത് ആഴത്തിൽ താഴേക്ക് പോകരുത്, കാരണം താഴേക്ക് പോകുന്നത് അപകടകരമാണ്. നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ പോകുന്നുവോ അത്രത്തോളം നിങ്ങൾ ജീവശാസ്ത്രത്തിന്റെ ബയോളജി ആഴത്തിലുള്ള പാളികളിലേക്ക് എത്തുന്നു. നിങ്ങൾ കേന്ദ്രത്തിലെത്തുന്നു. ആ കേന്ദ്രം ലൈംഗിക കേന്ദ്രത്തിന് തൊട്ടടുത്താണ്, വളരെ അടുത്ത്. അതങ്ങനെ ആയിരിക്കണം, കാരണം ലൈംഗികതയാണ് ജീവിതം. ഇതിനെ ഇങ്ങനെ നോക്കൂ, ശ്വാസം മുകളിൽ നിന്ന് താഴേക്കുള്ള ജീവിതമാണ്. ലൈംഗികത നേരെ മറുഭാഗത്ത് നിന്ന് താഴെ നിന്ന് മുകളിലേക്കുള്ള ജീവിതമാണ്. ലൈംഗിക ഊർജം ഒഴുകുന്നു, ശ്വാസത്തിന്റെ ഊർജവും ഒഴുകുന്നു. ശ്വാസത്തിന്റെ പാത മുകളിലെ ശരീരത്തിലും ലൈംഗിക പാത താഴത്തെ ശരീരത്തിലുമാണ്. അവ കൂടിച്ചേരുമ്പോൾ അവ ജീവൻ സൃഷ്ടിക്കുന്നു. അവ കൂടിച്ചേരുമ്പോൾ അവ ജീവശാസ്ത്രം, ജൈവ ഊർജം, ബയോ എനർജി സൃഷ്ടിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ലൈംഗികതയെ ഭയമാണെങ്കിൽ രണ്ടും തമ്മിൽ ഒരു അകലം സൃഷ്ടിക്കുക. അവയെ കണ്ടുമുട്ടാൻ അനുവദിക്കരുത്. അതിനാൽ യഥാർത്ഥത്തിൽ പരിഷ്കൃത മനുഷ്യൻ ഷണ്ഡീകരിക്കപ്പെട്ട കാസ്ട്രേറ്റഡ് മനുഷ്യനാണ്. അതുകൊണ്ടാണ് നമുക്ക് ശ്വാസത്തെക്കുറിച്ച് അറിയാത്തത്, ഈ സൂത്ര മനസ്സിലാക്കാൻ പ്രയാസമാകുന്നതും. ശിവൻ പറയുന്നു, എപ്പോഴാണോ ഉള്ളിലേക്കുള്ള ശ്വാസവും പുറത്തേക്കുള്ള ശ്വാസവും ഒന്നിലൊന്നായി ലയിക്കുന്നത്, ആ നിമിഷത്തിൽ ഊർജ്ജരഹിതമായ ഊർജം നിറഞ്ഞ കേന്ദ്രത്തെ സ്പർശിക്കുക. അദ്ദേഹം വളരെ വൈരുദ്ധ്യാത്മകമായ പദങ്ങൾ ഉപയോഗിക്കുന്നു. ഊർജ്ജരഹിതമായ, ഊർജം നിറഞ്ഞ. അത് ഊർജ്ജരഹിതമാണ്, എനർജിലെസ്. കാരണം നിങ്ങളുടെ ശരീരങ്ങൾക്കോ നിങ്ങളുടെ മനസ്സുകൾക്കോ അതിന് ഊർജം നൽകാൻ കഴിയില്ല. നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജം അവിടെയില്ല, നിങ്ങളുടെ മനസ്സിന്റെ ഊർജം അവിടെയില്ല. അതിനാൽ നിങ്ങളുടെ സ്വത്വത്തെ, ഐഡന്റിറ്റി സംബന്ധിച്ചിടത്തോളം അത് ഊർജ്ജരഹിതമാണ്. എന്നാൽ അത് ഊർജം നിറഞ്ഞതാണ്, എനർജി ഫിൽഡ്. കാരണം അതിന് ഊർജത്തിന്റെ പ്രപഞ്ച സ്രോതസ്സുണ്ട്, കോസ്മിക് സോഴ്സ്. നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജം കൊണ്ടല്ല. നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജം വെറും ഇന്ധന ഊർജം, ഫ്യൂവൽ എനർജി മാത്രമാണ്. അത് പെട്രോൾ അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങൾ എന്തെങ്കിലും കഴിക്കുന്നു, നിങ്ങൾ എന്തെങ്കിലും കുടിക്കുന്നു, അത് ഊർജം സൃഷ്ടിക്കുന്നു. അത് ശരീരത്തിന് ഇന്ധനം നൽകുക മാത്രമാണ് ചെയ്യുന്നത്. തിന്നുന്നതും കുടിക്കുന്നതും നിർത്തുക, നിങ്ങളുടെ ശരീരം മരിച്ചു വീഴും. ഇപ്പോഴല്ല, അതിന് കുറഞ്ഞത് 3 മാസമെടുക്കും. കാരണം നിങ്ങൾക്ക് പെട്രോളിന്റെ സംഭരണികളുണ്ട്. നിങ്ങൾ ധാരാളം ഊർജം സംഭരിച്ചിട്ടുണ്ട്. ഒരു പെട്രോൾ സ്റ്റേഷനിലും പോകാതെ അതിന് കുറഞ്ഞത് 3 മാസം ഓടാൻ കഴിയും. അതിനൊരു റിസർവോയർ ഉണ്ട്. ഏതൊരു അടിയന്തരാവസ്ഥയ്ക്കും നിങ്ങൾക്കത് ആവശ്യമായി വന്നേക്കാം. ഇതൊരു ഇന്ധന ഊർജമാണ്. കേന്ദ്രത്തിന് ഇന്ധന ഊർജം ലഭിക്കുന്നില്ല. അതുകൊണ്ടാണ് ശിവൻ അതിനെ ഊർജരഹിതം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ കഴിക്കുന്നതിനെയും കുടിക്കുന്നതിനെയും ആശ്രയിക്കുന്നില്ല. ഇത് പ്രപഞ്ച സ്രോതസ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇത് പ്രപഞ്ച ഊർജമാണ്, കോസ്മിക് എനർജി. അതുകൊണ്ടാണ് അദ്ദേഹം ഊർജരഹിതമായ, ഊർജം നിറഞ്ഞ കേന്ദ്രം എന്ന് പറയുന്നത്. ശ്വാസം പുറത്തേക്ക് പോകുന്നതോ ഉള്ളിലേക്ക് വരുന്നതോ ആയ കേന്ദ്രം, ശ്വാസങ്ങൾ ലയിക്കുന്ന ആ ബിന്ദു മൈനസ്, ആ കേന്ദ്രം മൈനസ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ബോധവാനാകാൻ കഴിയുന്ന നിമിഷം, അപ്പോൾ ജ്ഞാനോദയം, എൻലൈറ്റൻമെന്റ് സംഭവിക്കുന്നു.